ഏകദേശം ഒരു 80% മരണങ്ങൾ കോവിഡ് മരണമായിട്ട് സർക്കാർ പുറത്ത് പറയാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത്. ഇത് നമ്മൾ പറയാൻ കാരണം വെറുതെ പത്രങ്ങളിലെ ചരമക്കുറിപ്പുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അത് ആശുപത്രികൾ അന്വേഷിക്കുമ്പോൾ ഉണ്ടാകുന്ന മരണം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത് വലിയൊരു വിഭാഗം മരണങ്ങളും സർക്കാർ ഔദ്യോഗികമായിട്ട് കോവിഡ് മരണമായിട്ട് പ്രഖ്യാപിക്കുന്നില്ല. ഇതിന് പ്രധാന കാരണം ഈ മരണങ്ങളെല്ലാം തന്നെ ഒന്നുകിൽ കോവിഡ് ആനന്തര അസുഖങ്ങൾ കൊണ്ട് മരിച്ചു, അതായത് ആൻറ്റിജൻ നെഗറ്റീവായി, അതുകൊണ്ട് പിന്നെയുള്ള മരണങ്ങളൊന്നും കോവിഡ് അല്ല എന്നുള്ള ഒരു വ്യാഖ്യാനം ഒന്ന്. രണ്ട്, കോവിഡ് ആണെങ്കിലും ആൾക്ക് വൃക്കരോഗമുണ്ടായിരുന്നു, ആൾക്ക് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു, അല്ലെങ്കിൽ സ്ട്രോക്ക് ആയിരുന്നു, അല്ലെങ്കിൽ ആൾ ക്യാൻസർ ബാധിച്ച ആളായിരുന്നു, മരണം അതുകൊണ്ടാണ്, കോവിഡ് കൊണ്ടല്ല. ഈ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ് സർക്കാരിൻ്റെ ഈ മരണനിരക്ക് സൃഷ്ടിക്കുന്ന കമ്മിറ്റി പറയുന്നത്. എന്നാൽ ലോകാരോഗ്യ സംഘടനയും ICMR വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കോവിഡ് ബാധിച്ച ഒരാൾ ആ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ, കോവിഡ് ബാധിച്ചു, ആശുപത്രിയിൽ കിടന്നു, ആ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് മരിച്ചാൽ, ആ മരണം എന്തുകൊണ്ടായിക്കോട്ടെ, അവസാന നിമിഷം ചിലപ്പോൾ ഹൃദയസ്തംഭനം കൊണ്ടാവും മരിക്കുക, അവസാന നിമിഷം ചിലപ്പോൾ വൃക്ക കംപ്ലീറ്റ് ഫെയിലായി ഡയാലിസിസ് ചെയ്ത് അങ്ങനെയാവും മരിക്കുക, അല്ലെങ്കിൽ അവസാന നിമിഷം ആൾ ഫിറ്റ്സ് വരുന്നു, സ്ട്രോക്ക് വരുന്നു, അങ്ങനെയാവും മരിക്കുക. പക്ഷെ ആ കോവിഡ് ബാധിച്ച് അഡ്മിറ്റ് ചെയ്യായ രോഗി എങ്ങനെ മരിച്ചാലും അത് കോവിഡ് മരണക്കണക്കിൽ പെടുത്തണം. അതാണ് ലോകത്തെല്ലാ സ്ഥലത്തും ചെയ്യുന്നത്.